ശ്രീഗുരും കരുണാമൂർത്തിം വന്ദേ സർവശുഭാസ്പദം. യേന ജ്ഞാനപ്രകാശേന ദർശിതം ഭഗവത്പദം. ശ്രീമദ്ഗുരുചരണാരവിന്ദാഭ്യാം നമഃ. വാഗീശാദ്യാസു മനസഃ സർവാർത്ഥാനാമുപക്രമേ യം നത്വാ കൃതകൃത്യാസ്യുസ്തം നമാമി ഗജാനനം. മഹാഗണപതേ ശരണം. മൂലാംഭോരുഹമധ്യകോണവിലസൽ ബന്ധൂകരാഗോജ്വലാം ജ്വാലാജാലജിതേന്ദുകാന്തിലഹരിം ആനന്തസന്തായിനീം ഹേലാലാളിതനാലകുന്തലധരാം നീലോത്തരീയാം ശുകം കൊല്ലൂരദ്രിനിവാസിനീം ഭഗവതിം ധ്യായാമി മൂകാംബികാം. യോന്തഃപ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാംനഃ അന്യാംശ്ച ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാന്നമോ ഭഗവതേ പുരുഷായ തുഭ്യം. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീമദ് ഭാഗവതത്തിലെ ചതുർത്ഥസ്കന്ധത്തിൽ 4 കഥാപ്രകരണങ്ങളെയാണ് പ്രധാനമായും വർണ്ണിക്കുന്നത്. ആ 4 കഥാപ്രകരണങ്ങളെയും ഓരോ പുരുഷാർത്ഥങ്ങളായിട്ട് ഗുരുനാഥന്മാർ വർണ്ണിക്കുന്നു. ധർമ്മ, അർത്ഥ, കാമ, മോക്ഷങ്ങളെ കുറിക്കാൻ ദക്ഷയാഗം, ധ്രുവചരിതം, പൃഥുചരിതം, പുരഞ്ജനോപാഖ്യാനം എന്നിങ്ങനെ. അതിൽ നമ്മൾ ഓരോരുത്തരുടെയും ആത്യന്തികമായ ധർമ്മം അതെന്താണ്, മനുഷ്യധർമ്മം എന്താണ്, അതിനെയാണ് ഇപ്പോൾ നമ്മളിവിടെ അനുഭവിച്ച ദക്ഷയാഗം എന്ന കഥയിൽ കൂടി വർണ്ണിക്കുന്നത്. ഓരോ ജീവജാലങ്ങൾക്കും അവരുടേതായ ധർമ്മങ്ങളുണ്ട്. മറ്റെല്ലാ ജീവജാലങ്ങളും അവരവരുടെ ധർമ്മത്തെ ആരും ഉപദേശിക്കാതെ, ഒരു ഗ്രന്ഥവും പഠിക്കാതെ ഭംഗിയായി നിർവഹിക്കുന്നുണ്ട്. പൂച്ചയോ നായയോ കാക്കയോ ഒന്നും അവരുടെ ധർമ്മത്തെക്കുറിച്ചൊരു ഗ്രന്ഥത്തിൽ നിന്ന് പഠിച്ചിട്ടോ മനസ്സിലാക്കിയിട്ടൊന്നുമല്ല ജീവിക്കുന്നത്. എന്നാൽ മനുഷ്യൻ അങ്ങനെയല്ല. ബ്രഹ്മാവലോകധിഷണയോടുകൂടിയിട്ട് ഭഗവാൻ നമ്മളെ ഈ ലോകത്തേക്ക് അയച്ചു. ഈ ലോകത്ത് നിന്ന് ഗ്രന്ഥങ്ങളിൽ കൂടിയും ഗുരുനാഥന്മാരിൽ കൂടിയും ഉപദേശങ്ങളിൽ കൂടിയും കാലക്രമേണ അനുഭവത്തിൽ കൂടിയും നമ്മുടെ ധർമ്മത്തെ നമ്മൾ അറിയുക. അപ്പോൾ ആത്യന്തികമായ മനുഷ്യൻ്റെ ധർമ്മം എന്താണ്? ആ ധർമ്മം ചെയ്യുമ്പോഴാണ് നമുക്ക് സുഖം കിട്ടുക. ധർമ്മത്തിൽ നിന്ന് അല്പം നമ്മൾ വ്യതിചലിച്ചു കഴിഞ്ഞാൽ ഭയം, 2 എന്നുള്ള ഭാവത്തിൽ നിന്നുണ്ടാകുന്ന ഭയം നമ്മളെ പിടികൂടുന്നതാണ്. ആദ്യത്തെ യുഗത്തിൻ്റെ പേര് കൃതയുഗം എന്നാണ്. എന്താ കൃതയുഗം എന്ന് പേര് വരാൻ കാരണം? കൃതകൃത്യ പ്രജാജാത്യ തസ്മാൽ കൃതയുഗം വിദു. കൃതകൃത്യന്മാരായിരുന്നു അത്രേ അവർ. കൃതകൃത്യന്മാരെന്ന് വെച്ചാൽ ചെയ്യേണ്ടത് ചെയ്തിട്ടുണ്ട്, ചെയ്യരുതാത്തത് ചെയ്തിട്ടുമില്ല. അതുകൊണ്ട് തന്നെ കൃതയേയൽ ധ്യായതഃ. കൃതയുഗത്തിലുള്ള ആൾക്കാർക്ക് നമ്മളെപ്പോലെ ക്ഷേത്രങ്ങളോ പുറമെ ഒരു ഗ്രന്ഥം പഠിച്ചിട്ടോ ഒരു പ്രഭാഷണം കേട്ടിട്ടോ ഒന്നും ഈശ്വരനെ അനുഭവിക്കേണ്ട ആവശ്യമില്ല. അവർക്ക് ഒന്ന് കണ്ണടച്ചാൽ ഹൃദയത്തിൽ ഭഗവാനെ അനുഭവിക്കാൻ സാധിച്ചു. അതുകൊണ്ട് കൃതയുഗത്തിൽ ധ്യാനയോഗത്തിന് വളരെയധികം പ്രാധാന്യം പറഞ്ഞു.
അപ്പോൾ കൃതകൃത്യന്മാരായിട്ടുള്ള ആൾക്കാർക്ക് ഒരിക്കലും ലോകത്തെ ഭയക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ഇപ്പോൾ നമ്മളുടെയൊക്കെ അവസ്ഥ സദാസമയവും ഭയമാണ്, അല്ലേ? പേപ്പർ വന്നാൽ അതിലുള്ള വാർത്ത കാണുമ്പോൾ ഭയം, ടി വി കണ്ടാൽ ഭയം, രാത്രിയിൽ മൊബൈലൊന്ന് ഫോൺ ബെല്ലടിച്ചാൽ ഭയം. ഒന്നും വേണ്ട, ആരെങ്കിലും ഒരാൾ കാണുമ്പോൾ കഴിഞ്ഞ തവണത്തേക്കാൾ കുറച്ചുകൂടി മെലിഞ്ഞു, ഷുഗറൊന്നുമില്ലല്ലോ എന്ന് ചോദിച്ചാൽ പിന്നെ അതായി അടുത്ത ഭയം. ഇങ്ങനെ സദാസമയവും ഈ ലോകത്തെ നമ്മൾ ഭയക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം നമ്മൾ ഉറപ്പിക്കാം, നമ്മളാരും കൃതകൃത്യന്മാരല്ല. ചെയ്യേണ്ട എന്തൊക്കെയോ നമ്മൾ ചെയ്യാതിരുന്നിട്ടുണ്ട്, ചെയ്യരുതാത്ത എന്തൊക്കെയോ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഭയം നമ്മളെ പിടികൂടുന്നത്. ഒരാൾ ഭക്ഷണം കഴിക്കാനിരുന്നപ്പോൾ അയാളുടെ വളർത്ത് പൂച്ച അടുത്ത് വന്നിരുന്നു. സ്നേഹത്തോടെ ഇയാൾ തൻ്റെ ഭക്ഷണത്തിൽ നിന്ന് ഒരു ഭാഗം ഈ പൂച്ചയ്ക്ക് കൊടുത്തു, ഒരു മത്സ്യത്തെ പൂച്ചയ്ക്ക് ഇട്ട് കൊടുത്തു. ആ പൂച്ച വളരെ സ്നേഹത്തോടെ ധൈര്യത്തോടെ ഈ യജമാനൻ്റെ അടുത്തിരുന്ന് ഈ മത്സ്യത്തെ തിന്നു. അപ്പോഴാണ് ഇയാൾക്കൊരു ഫോൺ വന്നത്. ഫോൺ എടുക്കാൻ ഇയാളൊന്ന് പോയി. ഫോണെടുത്ത് തിരിച്ചു വരുമ്പോഴേക്കും പൂച്ചയെ കാണാനില്ല. പൂച്ചയെ മാത്രമല്ല, താൻ കഴിക്കാൻ തൻ്റെ പ്ലേറ്റിൽ വെച്ച മത്സ്യവും കാണാനില്ല. നോക്കുമ്പോഴാണ് ഈ പൂച്ച ഈ മത്സ്യവും കടിച്ച് തട്ടും പുറത്ത് കയറിയിരുന്ന് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇയാൾ ഈ പൂച്ചയോട് ചോദിച്ചു, നേരത്തെ ഞാൻ തന്ന മത്സ്യത്തെ എൻ്റെ അടുത്തിരുന്ന് ഒരു പേടിയും കൂടാതെ നീ തിന്നുവല്ലോ, ഇപ്പോൾ ഈ മത്സ്യത്തെ തിന്നാൻ നീ എന്തിനാ മുകളിൽ കയറിയത്? ചോദിച്ചപ്പോൾ പൂച്ച ഇയാളോട് മറുപടി പറഞ്ഞു എന്നാണ്. പൂച്ച മറുപടി പറയുമെന്നൊന്നും എന്നോട് ചോദിക്കരുത്, പറഞ്ഞു. പൂച്ച പറഞ്ഞു, നേരത്തെ അങ്ങ് എനിക്ക് തന്ന, എനിക്ക് അവകാശപ്പെട്ട, എനിക്ക് അനുവദിച്ചു തന്നതിനെയാണ് ഞാൻ അനുഭവിച്ചത്. അതുകൊണ്ട് എനിക്ക് അനുവദിച്ചു തന്നതിനെ അനുഭവിക്കാൻ എനിക്ക് ഒരാളെയും പേടിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോഴോ? ഇപ്പോൾ ഞാൻ കട്ടിട്ടാ തിന്നുന്നത്. അപ്പോൾ എനിക്ക് പേടിയുണ്ട് നിങ്ങളെന്നെ തല്ലുവോ എന്ന്. അതുകൊണ്ടാണ് ഞാൻ തട്ടും പുറത്ത് കയറിയത്, അല്ലേ? അപ്പോൾ എപ്പോഴാണ് നമുക്ക് ഭയം വരുന്നത് എന്നറിയോ? ചെയ്യരുതാത്ത എന്തൊക്കെയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, ചെയ്യേണ്ട എന്തോ ഒന്ന് നമ്മൾ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോഴാണ് ഈ അകൃതാർത്ഥത, ഈ ഒരു അതൃപ്തി നമ്മുടെ ജീവിതത്തിൽ വരുന്നത് എന്നുണ്ടെങ്കിൽ, അയ്യോ ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത് എന്ന് ടെൻഷൻ അടിക്കേണ്ട. അങ്ങനെ വല്ല തരത്തിലുള്ള കുറവുകളും ഉണ്ടെങ്കിൽ ആ കുറവുകളെ ഒക്കെ നീക്കി നിങ്ങൾക്ക് ആനന്ദം തരാൻ ഭാഗവത ധർമ്മത്തിന് സാധിക്കും. കാരണം ഭാഗവതധർമ്മം, ഭാഗവതം അതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം, അല്ലേ? ഇവിടെ ഇരുന്ന് ഭഗവാന്റെ കഥകൾ കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇരുന്ന് ഭഗവാന്റെ കഥകളെ കേൾക്കുമ്പോൾ, ഭാഗവതം കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിന് ഈ മതിൽക്കെട്ടിന് പുറത്തുള്ള സകല ദുഃഖങ്ങളും മറക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, താപത്രയങ്ങളെയും അകറ്റാൻ നമുക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണല്ലോ വീണ്ടും ഭാഗവതം കേൾക്കാൻ നമ്മൾ വരുന്നത്, അല്ലേ? ഒരു തവണ ഭാഗവതം കേട്ടു, പ്രഷർ കൂടി, BP കൂടി, ടെൻഷൻ കൂടി എന്നുവെച്ചാൽ പിന്നെ ഭാഗവതം നടക്കുന്നൊരു സ്ഥലത്തേക്ക് നമ്മൾ പോവോ? ഇന്നേ വരെ ഒരാളും ഭാഗവതം കേട്ടിട്ട് എനിക്ക് ടെൻഷനായി പോയി എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ ഈ ഭഗവത് കഥകളുടെ മുമ്പിലേക്ക് ഇരിക്കുമ്പോഴേക്കും ശാരീരികമായ, മാനസികമായ, ഭൗതികമായ ദുഃഖങ്ങളെല്ലാം നമ്മൾ മറക്കുന്നു എന്നുണ്ടെങ്കിൽ നമുക്കൊരു കാര്യം ഉറപ്പിക്കാം, നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നല്ല മലയാളത്തിൽ പറഞ്ഞാൽ നമുക്ക് പറഞ്ഞ പണി ഈ ഭാഗവത കഥകളെ കേൾക്കലാണ്, ഭഗവാനെ ആസ്വദിക്കലാണ്, ഭഗവാനെ ആശ്രയിക്കലാണ്. ഈ മതിൽക്കെട്ടുന്ന പുറത്തേക്ക് എത്തി ചെരുപ്പം കിട്ടാൽ നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മവും സാമാന്യ പ്രാണികൾക്ക് പോലും ലഭിക്കുന്നതാണ് എന്നിരിക്കെ
ഈശ്വരനെ അറിഞ്ഞുകൊണ്ട് ആശ്രയിക്കാനും ഈശ്വരനെ അറിഞ്ഞുകൊണ്ട് വന്ദിക്കാനും ഈശ്വരനെ അറിഞ്ഞുകൊണ്ട് സ്തുതിക്കാനും നമുക്ക് മാത്രമേ സാധിക്കൂ അല്ലേ? ഇപ്പോൾ ഗുരുവായൂരപ്പനെ ആ പൊന്നിൻതിടമ്പ് ശിരസ്സിൽ ധരിക്കാൻ ഭാഗ്യം സിദ്ധിച്ച ആനകൾ അനേകമുണ്ട്. നമ്മളൊക്കെ പറയും എന്തൊരു ഭാഗ്യ ആനയ്ക്ക്. ഗുരുവായൂരപ്പനെ ആന ഈ പറയുന്നുണ്ടാവുമോ എൻ്റെ തലയിൽ ഗുരുവായൂരപ്പനാണോന്ന്? അറിയില്ല, ചിലപ്പോൾ അറിയുന്നുണ്ടാവാം. ചില ക്ഷേത്രങ്ങളിലൊക്കെ ഉത്സവം കഴിഞ്ഞ് പുറത്തേക്ക് ആന പോണ സമയത്ത് പാപ്പാന്മാർ ആനയെ നടയിൽ കൊണ്ടുവരും. എന്തിനു വേണ്ടിയിട്ട്? നമസ്കരിക്കാൻ. പാപ്പാൻ വടിയൊന്ന് പൊന്തിച്ചാൽ ആന 3 തവണ നമ്മൾ പറയും ആന നമസ്കരിക്കണു. എന്തൊരു ഭക്തിയാ ആനയ്ക്ക്. പറയോ? ആന ശരിക്കും നമസ്കരിക്കുകയാണോ? ആണോ? അല്ല പാപ്പാൻ പഠിപ്പിച്ചു കൊടുത്ത ഒരു ആക്ഷൻ ചെയ്യണതാണോ? അറിയില്ല. ചിലപ്പോൾ നമസ്കരിക്കണതാവാം, ചിലപ്പോൾ പാപ്പാൻ പഠിപ്പിച്ചു കൊടുത്തത് ചെയ്യണതാവാം. ഒരു തത്തയെ നിങ്ങൾ പിടിച്ചാൽ നാമം ജപിപ്പിക്കാം. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ. തത്ത നാമം ജപിക്കും. ആ നാമം ജപിക്കേണ്ട തത്തയെ നോക്കിയിട്ട് നമ്മൾ പറയുമോ എന്തൊരു ഭക്തിയാ തത്തയ്ക്ക്, എപ്പോഴും നാമം ജപ. തത്തയ്ക്ക് അറിയണുണ്ടാവുമോ ഇതിപ്പോൾ നാമം ജപാണെന്ന്? അല്ല, അത് കേട്ട് പഠിച്ചൊരു ശബ്ദം പറയണതാണോ? അറിയില്ല. ചിലപ്പോൾ നാമം ജപിക്കണതാവാം. എന്നാൽ മനുഷ്യൻ അങ്ങനെയല്ല. ഒരാളിപ്പോൾ ഇവിടെ വന്ന് മുൻപിൽ നമസ്കരിച്ചാൽ നമുക്ക് ഉറപ്പിക്കാം എന്ത്? അദ്ദേഹം ഭഗവാനെ നമസ്കരിക്കുന്നത് തന്നെയാണ്. ഒരാൾ നാമം ജപിക്കുന്നത് കേട്ടാൽ നമുക്ക് ഉറപ്പിക്കാം അയാൾ നാമം ജപിക്കുന്നത് തന്നെയാണ്. അപ്പോൾ അറിഞ്ഞുകൊണ്ട് ഈശ്വരനെ ആശ്രയിക്കാൻ പറ്റുന്ന ഒരേ ഒരു ജന്മം മനുഷ്യജന്മം. നമ്മുടെ ധർമ്മവും ഈ ഈശ്വര സേവയാണ് എന്നിരിക്കെ വന്ദിക്കേണ്ടതായ ഈശ്വരനെ വന്ദിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നിന്ദിക്കരുതേ എന്ന് ദക്ഷൻ്റെ കഥയിൽ കൂടി ഭാഗവതം ഓർമ്മിപ്പിച്ചു. പരീക്ഷത്തിൻ്റെ ചോദ്യം നമ്മൾ ശ്രദ്ധിക്കണം. ബ്രൂഹി യദ്വാ വിപര്യം. എങ്ങനെ വേണം, എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത്, അതും പറഞ്ഞു തരണം. അപ്പോൾ ദക്ഷനെ പോലെ ആകരുത് എന്ന് ഭാഗവതം നമ്മളെ ഓർമ്മിപ്പിച്ചു. ഇത്രയും ആൾക്കാർ തന്നെ സഭയിൽ വെച്ച് എഴുന്നേറ്റ് നിന്ന് ബഹുമാനിച്ചപ്പോൾ ദക്ഷൻ നോക്കിയത് ആരാ എഴുന്നേക്കാൻ ബാക്കിയെന്ന. ഇത്രയും ആൾക്കാർ തന്നെ എഴുന്നേറ്റ് നിന്ന് ബഹുമാനിച്ചതിനിടയിൽ ദക്ഷൻ്റെ കണ്ണ് വേണ്ടാത്തത് കണ്ടുപിടിക്കാനാണ് പോയത്. അപ്പം അങ്ങനെയല്ല വേണ്ടത്. പിന്നെ എങ്ങനെ വേണം? സുരുചി എന്ന ആ ചെറിയമ്മയുടെ ശകാരമേറ്റ് തൻ്റെ മടിയിൽ തേങ്ങിക്കരയണതായ ആ ഉണ്ണിയുടെ ഉള്ളിലേക്ക് മോശത്തിനെ മുഴുവൻ മാറ്റി വച്ച് സുരുചി പറഞ്ഞതിലെ നല്ലതിനെ മാത്രം എടുത്തു കൊടുത്ത, നല്ലത് മാത്രം കാണുന്ന സുനീതിയാവണം നമ്മൾ. ദക്ഷനാവരുത്, സുനീതിയാവണം. ഇനി അടുത്ത കഥ വേനൻ്റെ കഥയാണ്. വേനനാകരുത്, പൃഥുവായിത്തീരണം. പ്രാചീനബർഹസാവരുത്, പ്രചേതസുക്കളായിത്തീരണം. ഇങ്ങനെ വളരെ കൃത്യമായിട്ട് പരീക്ഷത്തിൻ്റെ മുൻപിൽ ഭഗവത് കഥകളെ പാടിക്കൊടുക്കുന്നു. അവിടെയാണ് ദക്ഷയാഗം എന്ന ചരിതത്തോടുകൂടി സ്വയംഭൂമനുവിൻ്റെ പുത്രിമാരുടെ കഥകളെ പാടി സമർപ്പിച്ച് മനുപുത്രന്മാരുടെ കഥകളിലേക്ക് ഭാഗവതം പ്രവേശിക്കുന്നു. സ്വയംഭൂമനുവിൻ്റെ മൂത്ത മകൻ പ്രിയവ്രതൻ. സ്വതവേ മൂത്ത ആളുടെ കഥയാണ് ആദ്യം പറയേണ്ടത്. പക്ഷേ പ്രിയവ്രതൻ ഒരു കഥയില്ലാത്തവനായിരുന്നു അത്രേ കുറച്ച് കാലം. നമ്മൾ ആരെക്കുറിച്ചാണ് കഥയില്ലാത്ത ആൾക്കാരെന്ന് പറയുക?
നാമം ജപിക്കുക, ഭാഗവതം കേൾക്കാൻ പോവുക, ഭാഗവതം വായിക്കുക. ഇങ്ങനെയുള്ള ആൾക്കാരെക്കുറിച്ചാണ് ലോകം സ്വതവേ എന്തു പറയുക? ഒരു കഥയില്ലാത്ത കുറച്ചെണ്ണം ഭാഗവതം എന്നും പറഞ്ഞു പോയിരിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് കഥയുള്ളവരാവണമെങ്കിൽ എന്തു വേണം? കല്യാണം കഴിച്ച് മക്കളായി പ്രാരബ്ധം ടെൻഷൻ തലയിൽ കയറി തലയിങ്ങനെ പുകഞ്ഞിട്ട് ഓടണം. അപ്പോഴാണ് കഥയുള്ളവരാവുക. ഈ പ്രിയവ്രതൻ ഇപ്പോൾ കഥയില്ലാത്തവനായിരുന്നു. എന്നാൽ പഞ്ചമസ്കന്ധത്തിലേക്ക് എത്തുമ്പോഴേക്കും പ്രിയവ്രതൻ്റെ കഥ തുടങ്ങും. എന്തേ? അയാൾ കല്യാണം കഴിക്കും. ഇപ്പോൾ സ്വാഭാവികമായിട്ടും പ്രിയവ്രതൻ്റെ സഹോദരനായ ഉത്താനപാദൻ്റെ ചരിതം പറയുന്നു. ഈ ഉത്താനപാദൻ്റെ ചരിതത്തെ പറയുമ്പോഴാണ് പരമഭാഗവതനായ ധ്രുവൻ എന്ന ഭക്തോത്തമനെ നമുക്ക് ഭാഗവതം പരിചയപ്പെടുത്തി തരുന്നത്. ധ്രുവൻ എന്ന പരമഭാഗവതൻ്റെ ചരിതം. അപ്പോൾ ഒരു ഭാഗവതൻ്റെ ചരിതം നമ്മൾക്ക് പാടാൻ സാധിക്കണമെങ്കിൽ, ഒരു കുലത്തിൽ ഒരു ഭാഗവതൻ ഉണ്ടാവണമെങ്കിൽ അതിൻ്റെ പിറകിലെവിടെയോ ഒരു ഭാഗവത ദാസനുണ്ടാവണം എന്നാണ് അല്ലേ? പരീക്ഷത്തിന് എന്തുകൊണ്ടാണ് കൃഷ്ണനോട് ഭാഗവതത്തോട് ഇത്ര പ്രേമം വന്നത്? അതിനുള്ള കാരണമാണ് പാണ്ഡവഭക്തി. പാണ്ഡവന്മാരുടെ കൃഷ്ണഭക്തിയുടെ ഫലമാണ് പരീക്ഷത്തിന് കൃഷ്ണനോട് ഭാഗവതത്തോട് ഇത്ര സ്നേഹം വന്നത്. അപ്പോൾ ഭാഗവതത്തിലേക്ക് ഒരാൾക്ക് ഒരു ശ്രദ്ധയുണ്ടാവണമെങ്കിൽ ആ കുലത്തിൽ എവിടെയോ ഭാഗവതത്തെ ആത്മാർത്ഥമായി സേവിച്ച ഒരു ഭാഗവതൻ കൂടിയേ തീരൂ. ഇതിന് ഭാഗവതം തന്നെ എത്രയോ തെളിവുകൾ തരുന്നുണ്ട്. പഞ്ചമസ്കന്ധം ആരംഭിക്കുന്നത് തന്നെ പ്രിയവ്രതോ ഭാഗവത, പ്രിയവ്രതൻ എന്ന ഭാഗവതൻ എന്ന് പറഞ്ഞിട്ട്. പ്രിയവ്രതൻ എന്ന ഭാഗവതൻ എന്ന് പറഞ്ഞു പഞ്ചമസ്കന്ധം ആരംഭിച്ച് ഈ പ്രിയവ്രതൻ്റെ വംശത്തെ പറയുമ്പോഴാണ് ഭരതൻ്റെ ചരിതം പറയുന്നത്. ഭരതൻ്റെ ചരിതം ഭാഗവതത്തിൽ ആരംഭിക്കുന്നത് എങ്ങനെ അറിയോ? ഭരതസ്തു മഹാഭാഗവത. ഭരതൻ എന്ന മഹാഭാഗവതൻ. അപ്പം ഭരതൻ എന്ന മഹാഭാഗവതൻ ഉണ്ടായത് എങ്ങനെയാ? പ്രിയവ്രതൻ എന്ന ഭാഗവതൻ്റെ വംശത്തിൽ പിറന്നതുകൊണ്ടാണ്. അപ്പോൾ ഭഗവാനിലേക്ക്, ഭാഗവതത്തിലേക്ക് ഒരു ജീവന് ശ്രദ്ധയുണ്ടാവണമെങ്കിൽ ആ പരമ്പരയിൽ എവിടെയോ പൂർവികന്മാർ ഭാഗവതത്തെ ഉപാസന ചെയ്തതിൻ്റെ ഫലമാണ്. സ്വയംഭുവമനു തൻ്റെ മകളായ ദേവഹൂതിയെ കർദമൻ്റെ കയ്യിലേക്ക് ഏൽപ്പിച്ച് ധർമ്മപത്നിയായ ശതരൂപയോടൊപ്പം കാട്ടിൽ ചെന്ന് പിന്നെ ശേഷിച്ച കാലം മുഴുവൻ എന്തു ചെയ്തു? പ്രത്യൂഷേഷ്വനുബദ്ധേന ഹൃദാ ശൃണ്വൻ ഹരേ കഥ. കാട്ടിൽ ചെന്നിരുന്ന് അദ്ദേഹം ഭഗവാന്റെ കഥകളെ കേട്ടൂത്രേ. ഈ കാട്ടിലിപ്പോൾ ആരാ ഭാഗവതം പറയുന്ന ആൾ? നാട്ടിൽ തന്നെ ഇപ്പോൾ പറയുമ്പോൾ ആളില്ല കേൾക്കാൻ. അപ്പോൾ പിന്നെ കാട്ടിൽ പോയി പറഞ്ഞാൽ ആരാ കേൾക്കാനുണ്ടാവുക? എങ്ങനെയാ സ്വയംഭൂമനു കാട്ടിൽ വെച്ച് ഭാഗവതം കേട്ടതെന്നറിയോ? ഹൃദാശൃണ്വൻ, ഹൃദയത്തിൽ വച്ച് കേട്ടു എന്നാ. അപ്പം ഹൃദയത്തിൽ വച്ച് ഭാഗവതം കേൾക്കണമെങ്കിൽ ഭാഗവതം ഹൃദയത്തിൽ സ്റ്റോക്ക് ചെയ്യണം അല്ലേ? അപ്പം എന്തു വേണമെന്നറിയോ? ഇപ്പോൾ ചെവിയുള്ള സമയത്ത്, സപ്താഹവും സത്രവും നടക്കുന്ന സ്ഥലത്ത് പോയിരിക്കാൻ പറ്റുന്ന സമയത്ത് പരമാവധി സ്റ്റോക്ക് ചെയ്തു വച്ചോള. എന്നാൽ നാളെ ഇതൊന്നുമില്ലാത്തൊരവസരത്തിൽ ഒരു ഭാഗവത രംഗത്തിലേക്കും എത്താൻ പറ്റണില്ലെങ്കിലും ഹൃദാശൃണ്വൻ, ഇപ്പോൾ ഈ കേട്ട ഭാഗവതം, ഇപ്പോൾ ഈ പറഞ്ഞ ഭാഗവതം, ഇപ്പോൾ ഈ അറിഞ്ഞ ഭഗവത് കഥകൾ നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് സുഖമായിട്ട് ഒറ്റയ്ക്കിരുന്ന് ആസ്വദിക്കാം. അങ്ങനെ സ്വയംഭുവമനുവും ശതരൂപയും ശാരീരാ മാനസാതാപ വയ്യാസേ ഏച മാനുഷാ
ഭൗതികാശ കഥം ക്ലേശ ബാധന്തേ ഹരി സംശ്രയം. വാർദ്ധക്യത്തിൻ്റെ ഒരാലസ്യവും അറിയാതെ, സ്വതവേ വാർദ്ധക്യം എന്ന് പറഞ്ഞാൽ പലതരം ടെൻഷൻ കൂടി വരുന്ന ഒരു സമയം. മക്കളെക്കുറിച്ചിട്ടുള്ള അവലാതി, സമ്പത്തിനെക്കുറിച്ചിട്ടുള്ള അവലാതി, വീടിനെക്കുറിച്ചിട്ടുള്ള അവലാതി, ശരീരത്തെക്കുറിച്ചിട്ടുള്ള വേവലാതി, ഇതെല്ലാം കൂടി നിൽക്കുന്ന സമയമാണ് വാർദ്ധക്യം. ആ വാർദ്ധക്യത്തിലും ഒരു ക്ലേശവുമില്ലാണ്ടിരിക്കാനൊരു സൂത്രം ഭാഗവതം നമുക്ക് പറഞ്ഞു തരിക. എന്താ അത്? ഹൃദാശൃണ്വൻ. ഹൃദയത്തിൽ ഭഗവാന്റെ കഥകളങ്ങനെ സ്മരിക്കുക. അങ്ങനെ ഹൃദയത്തിലേക്ക് ഭഗവത് കഥകളെ ഏറ്റെടുത്ത് ഭഗവാനെ ആശ്രയിച്ച് ആസ്വദിച്ച സ്വയംഭുവമനുവിൻ്റെ വംശത്തിൽ പിറന്നപ്പോൾ എന്തായി? ധ്രുവനും ആ പരമഭക്തി ഉണ്ടായി. ഇങ്ങനെയൊക്കെ ഭാഗവതം നമ്മളോട് പറയുമ്പോൾ മറ്റൊന്നുകൂടി ഭാഗവതം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇന്ന് ഈ മള്ളിയൂരിൻ്റെ മണ്ണിൽ, ഈ ഭാഗവത സത്രവേദിക്ക് മുൻപിൽ ഭഗവാന്റെ മുറ്റത്തിരുന്ന് ഭാഗവതം പറയാൻ, ഭാഗവതം കേൾക്കാൻ നമുക്ക് ചെറിയൊരു താല്പര്യമുണ്ടായി എന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം, നമ്മുടെ പൂർവികന്മാരിൽ ആരോ ഭാഗവതത്തെ സേവിച്ചിരുന്നു. നമ്മുടെ പൂർവികന്മാരിൽ ഏതോ ഒരു ഭാഗവതം കേട്ടതിൻ്റെ, ഭാഗവതം ഉപാസന ചെയ്തതിൻ്റെ ഫലമാണ് നമുക്ക് ഈ ഭഗവാന്റെ കഥകളോടൊരു ശ്രദ്ധ ഉണ്ടായത്. പരീക്ഷിത്തും ദശമസ്കന്ധം ആരംഭിക്കുമ്പോൾ ഇത് പറയുന്നുണ്ട്. പാണ്ഡവന്മാർ, എൻ്റെ പൂർവികന്മാർ ഈ കൃഷ്ണനെ ആശ്രയിച്ചതിൻ്റെ ഫലമല്ലേ എനിക്ക് ഈ കൃഷ്ണപ്രേമുണ്ടായത്. അമ്മയുടെ ഗർഭത്തിൽ വെച്ച് ബ്രഹ്മാസ്ത്രത്തിൻ്റെ ചൂടേറ്റ് കരിഞ്ഞു ദഹിച്ചപ്പോൾ എൻ്റെ അമ്മയായ ഉത്തരാദേവി ഈ കൃഷ്ണൻ്റെ പാദത്തെ മുറുകെ പിടിച്ച് കിടന്നതുകൊണ്ടല്ലേ എനിക്കിപ്പോൾ ഭാഗവതം കേൾക്കാൻ പറ്റിയത് എന്ന് പറയുമ്പോൾ നമ്മളെയും ഭാഗവതം പരീക്ഷിത്തുക്കളാക്കി തീർക്കുന്നു. നമ്മുടെ പൂർവികന്മാരിലും ഇതുപോലൊരു ഭാഗവതത്തെ ഉപാസന ചെയ്തതിൻ്റെ അനുഗ്രഹമാണ് ഇന്ന് ഈ ഭാഗവതത്തിൻ്റെ നിഴലിൽ നമുക്കിരിക്കാൻ സാധിക്കുന്നത്. ഇവിടെ ധ്രുവൻ എന്ന പരമഭാഗവതനെക്കുറിച്ച് ഭാഗവതം പറയുമ്പോൾ ആദ്യം തന്നെ തുടങ്ങുന്നത് സ്വയംഭുവമനു എന്ന ആ പരമഭക്തൻ്റെ, ആ മഹാഭാഗവതൻ്റെ വംശത്തിൽ പിറന്നവൻ എന്ന് പറഞ്ഞുകൊണ്ട്. സ്വയംഭുവമനുവിൻ്റെ ഇളയപുത്രനായ ഉത്ഥാനപാദൻ. ഈ ഉത്ഥാനപാദ മഹാരാജാവ് ആദ്യമായിട്ട് ഒരു വിവാഹം കഴിച്ചു, സുനീതിയെ. സന്താനഭാഗ്യം ഉണ്ടായില്ല. രണ്ടാമതൊരു വിവാഹം, പഴയ കാലത്ത് അത് അത്ഭുതമല്ലല്ലോ, വിവാഹം കഴിച്ചു. അവളാണ് സുരുചി. സുനീതിയും സുരുചിയും സർവവിധത്തിലും സുനീതിയേക്കാൾ സൗന്ദര്യവും സാമർഥ്യവും അധികമായിരുന്നു സുരുചിക്ക്. എല്ലാ തരത്തിലും തൻ്റെ വാക്കുകൊണ്ടും സൗന്ദര്യം കൊണ്ടും ഉത്ഥാനപാദ മഹാരാജാവിനെ ആകർഷിച്ച് നിർത്തി. ആര്? സാമർഥ്യക്കാരിയായ സുരുചി. അല്പകാലം കൊണ്ട് തന്നെ ഈ സുരുചിയുടെ സാമർഥ്യത്തിൻ്റെ ഫലമായി സുനീതി കൊട്ടാരത്തിൽ നിന്ന് പുറത്തേക്ക് താമസം മാറ്റേണ്ടി വന്നു. പക്ഷേ ഈശ്വരാധീനം, ആ സമയമാകുമ്പോഴേക്കും ഇവർക്ക് രണ്ടു പേർക്കും ഓരോ സന്താനങ്ങളുണ്ടായി. സുനീതി പുത്രനാണ് ധ്രുവൻ, സുരുചി പുത്രനാണ് ഉത്തമൻ. കുട്ടികൾ വളർന്നു. പലവിധത്തിലും അകൽച്ചകൾ ഇവരുടെ രക്ഷിതാക്കൾ തമ്മിലുണ്ടായിരുന്നു എന്നുണ്ടെങ്കിലും കുട്ടികളെ അതൊന്നും ബാധിച്ചില്ല. അല്ലേ? കുട്ടികൾക്ക് ശത്രുക്കളൊന്നുമില്ല. ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾക്ക് അവൻ, ഇവൻ, ഞാൻ, എൻ്റേത്, ഇതൊന്നുമില്ലാത്തൊരു പ്രായം കുട്ടിക്കാലം. അതുകൊണ്ട് തന്നെ ഉത്തമനും ധ്രുവനും ഒപ്പം കളിച്ചങ്ങനെ വളർന്നു. സുനീതി ധ്രുവനെ ഉപദേശിക്കാറുണ്ട്, നീ അധികം കൊട്ടാരത്തിൻ്റെ അകത്തേക്ക് കയറിപ്പോണ്ട, ചെറിയമ്മ ചിലപ്പോൾ ചീത്ത വിളിക്കും.
പക്ഷെ ഉത്തമനോ ഇറങ്ങി വന്ന് സഹോദരൻ്റെ കൈപിടിച്ചു വരൂ എന്നും പറഞ്ഞ് കൂട്ടി അകത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ധ്രുവനും ആ കൊട്ടാരത്തിൻ്റെ അകത്ത് കയറാലോ, പോരാ അച്ഛനെ ഇടയ്ക്കൊന്ന് കാണാലോ എന്നൊക്കെ വിചാരിച്ച് ഉത്തമനോടൊപ്പം പോവാറുണ്ട്. സുരുചിയുടെ ചീത്തവിളി കേൾക്കുമ്പോൾ തിരിച്ചു വരാറുമുണ്ട്. ഇതൊക്കെ നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളാണ് ധ്രുവൻ, സുരുചിയുടെ ചീത്തവിളിയൊക്കെ കേട്ടിട്ട്. അങ്ങനെ ഇരിക്കെ ഏകദാഹ സുരുചേ പുത്രമംഗമാരോപ്യലാളയൻ. ഒരിക്കൽ ഉത്താനപാദ മഹാരാജാവ് ഈ ധ്രുവൻ്റെയും ഉത്തമൻ്റെയും കളികളങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയം ഉത്താനപാദ മഹാരാജാവിനൊരു മോഹമുണ്ടായി. എന്ത്? ധ്രുവനെ ഒന്ന് എടുത്തു മടിയിൽ വയ്ക്കണം. പക്ഷെ ധ്രുവനെ ആദ്യം എടുത്ത് മടിയിൽ വെച്ചാൽ ചിലപ്പോൾ സുരുചിക്കത് ഇഷ്ടാവില്ല. അതുകൊണ്ട് ആദ്യം ഉത്തമനെ മടിയിൽ കയറ്റാം. ഉത്തമൻ ഓടി വന്ന് അച്ഛൻ്റെ മടിയിൽ, ഉത്താനപാദൻ്റെ മടിയിൽ കയറിയിരുന്നു. ഉത്തമൻ അച്ഛൻ്റെ മടിയിൽ കയറിയിരിക്കേണ്ടത് കണ്ടപ്പോൾ പിന്നെ ധ്രുവനും ഒരാഗ്രഹം. കുട്ടികൾ അങ്ങനെയാണ് അല്ലേ, ഒരാൾ എന്ത് ചെയ്താലും അപ്പോൾ അടുത്ത ആൾക്കും അതുപോലെ ചെയ്യണമെന്ന് തോന്നുമല്ലോ. ഇവിടെ അച്ഛൻ്റെ മടിയിലേക്ക് ഉത്തമൻ കയറിയിരുന്നപ്പോൾ ധ്രുവൻ എന്ന ആ 5 വയസ്സുകാരന് ഉള്ളിൻ്റെ ഉള്ളിലൊരു മോഹം, തനിക്കും അച്ഛൻ്റെ മടിയിലൊന്ന് കയറിയിരിക്കണം. പക്ഷേ പേടിയുണ്ട്. ആരെ? സുരുചിയെ. ധ്രുവൻ ചുറ്റും നോക്കുക, ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ സാധനം. ധ്രുവൻ്റെ മോഹം കണ്ടപ്പോൾ ഉത്താനപാദ മഹാരാജാവിനും മോഹമുണ്ടായി. ആ പുത്രനെ ഒന്ന് മടിയിൽ വെച്ച് ലാളിക്കാൻ. എന്തായാലും തനിക്ക് ഉണ്ടായ മകനല്ലേ, ആ അച്ഛനും ഒരു മോഹം. ഉത്താനപാദനും ചുറ്റും നോക്കുന്നുണ്ട് സുരുചിയെ. ഇപ്പം അവിടുത്തെ ഇവിടെ ഇല്ല. നല്ല ശബ്ദമുള്ള പാദസരം വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. എന്തേ എന്നാ ദൂരത്തുനിന്ന് കേൾക്കാമല്ലോ. അപ്പം അടുത്തവിടെ ഇല്ല. ഉറപ്പിച്ച് ധ്രുവൻ്റെ നേരെ ഉത്താനപാദനൊരു നോട്ടം നോക്കി. അച്ഛൻ താൻ ഓടിപ്പോയി കയറിയാൽ അച്ഛൻ മടിയിൽ കയറ്റി ഇരുത്തുമോ, ബുദ്ധിമുട്ടാവോ അച്ഛന് എന്നൊക്കെ സംശയിച്ച് 2 അടി നടക്കും, തലയൊന്ന് ചൊറിയും, അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കും, ഒന്ന് ചിരിക്കും. ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന ധ്രുവനെ കണ്ടപ്പോൾ ഉത്താനപാദം പിന്നെ ഒന്നും നോക്കിയില്ല, ആ കയ്യങ്ങ് നീട്ടി. അച്ഛൻ തൻ്റെ നേരെ കൈയും കൂടി നീട്ടിയപ്പോൾ എന്തായി? ധ്രുവന് എന്തെന്നില്ലാത്ത സന്തോഷമായി. കാരണം ഇപ്പോൾ ഞാൻ ആഗ്രഹിച്ചിട്ട് മാത്രമല്ല, അച്ഛൻ വിളിച്ചിട്ടാണ് ഞാൻ പോണത് എന്ന ഒരു ആവേശത്തിന് അച്ഛൻ്റെ മടിയിലേക്ക് കയറാനായി 2 കൈയും ഉയർത്തി ആ 5 വയസ്സുകാരൻ ഓടി അടുത്തേക്ക് അങ്ങനെ വരുന്നു. ഉത്താനപാദൻ ആ മകനെ വാരിയെടുക്കാനായിട്ട് കൈകളങ്ങനെ താഴ്ത്തുന്നു. അപ്പോഴാണ് കേട്ടത് ചലങ്കയുടെ ശബ്ദം. ആ ഒരൊറ്റ ശബ്ദം കേട്ടതേ ഉള്ളൂ. ഉത്താനപാദൻ നീട്ടിയ കൈയങ്ങ് പിൻവലിച്ചു. 2 കൈയും നീട്ടി അച്ഛൻ്റെ മടിയിൽ കയറിയിരിക്കാൻ ഓടി വന്ന ധ്രുവൻ പെട്ടെന്ന് അച്ഛൻ കൈയങ്ങ് പിൻവലിച്ചപ്പോൾ സംശയിച്ചു. ഇതെന്താ അച്ഛൻ കൈമാറ്റിയത്, എന്തിനാ അച്ഛൻ കൈമാറ്റിയത് എന്ന് വിചാരിച്ച് ധ്രുവൻ പരിഭ്രമിക്കുമ്പോഴാണ് പിറകിൽ നിന്നൊരു അട്ടഹാസം. നവത്സ നൃപതേർധിഷ്ണ്യം ഭവാനാരോഢുമർഹതി. കുട്ടി അവിടെ കയറരുത്. എന്തോ ഇപ്പം ഞാൻ ഇങ്ങോട്ട് വന്നത് നന്നായി, ഇല്ലെങ്കിൽ നീ ഇപ്പോൾ അച്ഛൻ്റെ മടിയിൽ കയറിയിരിക്കും. കുറച്ചു കാലം കഴിഞ്ഞാൽ അച്ഛനിരിക്കുന്ന സിംഹാസനത്തിലിരിക്കണമെന്ന് മോഹം തുടങ്ങും. അല്ല, ചിലപ്പോൾ നിന്നെ പറഞ്ഞയച്ച നിൻ്റെ അമ്മയും അതന്നെയാവും ഉദ്ദേശിക്കുന്നത്. ഇനി അച്ഛൻ്റെ മടിയിലിരിക്കണം, സിംഹാസനത്തിലിരിക്കണം, ഇങ്ങനെ വല്ല തരത്തിലും നിനക്ക് മോഹമുണ്ടെങ്കിൽ നിനക്കത് സാധിക്കില്ല. എന്താ കാരണം എന്നറിയോ? അന്യസ്ത്രീ ഗർഭസംഭവം. നീ ഉണ്ടായത് പട്ടമഹിഷിയായ മഹാറാണിയായ എൻ്റെ ഗർഭത്തിലല്ലല്ലോ, നീ മറ്റൊരുത്തിയിലുണ്ടായവനല്ലേ. അങ്ങനെ മറ്റൊരു സ്ത്രീയിലുണ്ടായ നിനക്ക്
തോന്നുമ്പോൾ കയറി വന്നിരിക്കേണ്ട സ്ഥലമൊന്നുമല്ല. ഇപ്പം അവിടെ ഒരാൾ ഇരിക്കുന്നുണ്ട് അധികാരത്തോടെ. ആര്? എൻ്റെ പുത്രനായ ഉത്തമൻ. നിനക്കതുപോലെ ഇരിക്കണോ? ഞാനൊരു വഴി പറഞ്ഞു തരാം. തപസാ ആരാധ്യ പുരുഷം തസ്യൈവാനുഗ്രഹേണ മേ ഗർഭേ ത്വം സാധയാത്മാനം യദിച്ഛസി നൃപാസനം. നിനക്കങ്ങനെ അച്ഛൻ്റെ മടിയിൽ ഉത്തമനെ പോലെ ഇരിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നീ തപസ് ചെയ്യണം. ആരെ? മഹാപുരുഷരൂപിയായ നാരായണനെ തപസ് ചെയ്ത് ഭഗവാൻ അവതരിക്കുമല്ലോ. സ്വാഭാവികമായിട്ടും ഈ ഭഗവാൻ അവതരിച്ചു കഴിഞ്ഞാൽ ഒരു ഏർപ്പാടുണ്ട്. എന്ത് ഏർപ്പാട്? വത്സ, എന്തു വരമാ വേണ്ടത്? ഇങ്ങനെയാണല്ലോ നമ്മളൊക്കെ ടി വിയിൽ കണ്ടു പരിചയം. അങ്ങനെ എന്തു വരമാ വേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ആദ്യം പറയേണ്ടത് എനിക്ക് ഈ സുനീതിയുടെ മകനായിട്ടുള്ള ജന്മം മതിയാക്കണം എന്ന്. എനിക്ക് ഈ ജന്മം മതി എന്ന് പറയണം. അപ്പോൾ ഭഗവാൻ ചോദിക്കും, എന്നാൽ വേറെ ആരുടെ മകനായിട്ടാണ് ജനിക്കേണ്ടത്? അപ്പോൾ നീ എൻ്റെ പേര് പറയുക. അങ്ങനെ സുരുചിയുടെ മകനായി ജനിക്കണമെന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ച് ഭഗവാന്റെ അനുഗ്രഹത്താൽ എൻ്റെ ഗർഭത്തിൽ വന്ന് എൻ്റെ മകനായിട്ട് പിറന്നാൽ അപ്പോൾ വേണമെങ്കിൽ നോക്കാം. ഉറപ്പൊന്നുമില്ല. കാരണം പറന്നാലും എനിക്ക് നിന്നോട് നീ മറ്റൊരുത്തിയുടെ മകനല്ലേ എന്നുള്ളത് ചിലപ്പോൾ ഉണ്ടാവും. അതായി വിദ്വേഷത്തിൻ്റെ ശക്തി. ഇതങ്ങ് കേട്ടതും ധ്രുവൻ ആദ്യം നോക്കിയത് അച്ഛൻ്റെ മുഖത്തേക്കാണ്. ഇത്രയൊക്കെ തന്നെ ശകാരിക്കുന്നത് കേട്ടിട്ടും നിസ്സഹായനായിട്ട് ആ ഉത്താനപാദൻ തല കുനിച്ചു നിൽക്കുന്നതായ ആ ഒരു കാഴ്ച കണ്ടതും ഇറങ്ങി ഓടി ധ്രുവൻ. ശ്വസൻരുഷാ ദണ്ഡധരോ യഥാ അഹി അല്ലേ? ഒരു ചെറിയ പാമ്പിൻ്റെ കുട്ടിക്ക് അടി കിട്ടിയാൽ ആ പാമ്പിന്, ആ കുട്ടിക്ക് ഞാൻ പാമ്പാണ് തിരിച്ച് ആക്രമിക്കണം എന്നുള്ള ദ്വേഷമൊക്കെ ഉണ്ടാവും. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ ചെറുതായി പോയോ, ഇവർക്ക് എന്നെ ഒരു പേടിയില്ലല്ലോ എന്നുള്ള സങ്കടവും ഉണ്ടാവും. ഇതുപോലെ ചെറിയമ്മ തന്നെ ശകാരിച്ചപ്പോൾ ധ്രുവന് താൻ കുട്ടിയായത് കൊണ്ടല്ലേ, താൻ തിരിച്ചൊന്നും പറയാൻ കഴിവില്ലാത്തവനായത് കൊണ്ടല്ലേ എന്നെ ഇങ്ങനെ ചെറിയമ്മ ശകാരിക്കണത് എന്നുള്ളതായ സങ്കടത്തിൽ ഓടിച്ചെന്ന് സുനീതിയുടെ ആ മടിയിലേക്ക് ചാടിക്കയറി അമ്മയുടെ മാറിടത്തിലേക്ക് ചേർന്ന് കിടന്ന് തേങ്ങിക്കരയണതായ ആ ധ്രുവൻ്റെ ഭാവം ചൂടേറ്റ് ഒരു വള്ളി എപ്രകാരമാണോ വാടിത്തളർന്നു വീഴണത് അതുപോലെ, വെയിലത്ത് പറിച്ചിട്ട ഒരു താമരപ്പൂവ് എപ്രകാരമാണോ വാടിക്കൊഴിയണത് അതുപോലെ തൻ്റെ പുത്രൻ തൻ്റെ മാറിടത്തിൽ ഏങ്ങിക്കരയണ സമയത്ത് സുനീതി ചോദിച്ചു, എന്തു പറ്റി ധ്രുവ? ഇതുവരെ നിന്നെ ഇത്ര സങ്കടപ്പെട്ടിട്ട് ഞാൻ കണ്ടിട്ടില്ലല്ലോ, എന്തു പറ്റി? ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്, ചെറിയമ്മ ചീത്ത വിളിച്ചു. ഇതിപ്പോൾ ആദ്യമായിട്ടെന്നല്ലല്ലോ, നീ ഇതിനു മുമ്പും ചെറിയമ്മയുടെ ചീത്ത വിളിയൊക്കെ ഇഷ്ടം പോലെ കേട്ട ആളല്ലേ. അന്നൊന്നും ഇത്ര സങ്കടം നിനക്കുണ്ടായിട്ടില്ല. അപ്പോഴാ പറഞ്ഞത്, ഇത്തവണ എന്നെ മാത്രമല്ല അമ്മയും കൂടെ പറഞ്ഞു. കൊട്ടാരത്തിനകത്ത് ഉത്തമനെ പോലെ രാജകുമാരനായി കഴിയാൻ, രാജാവിൻ്റെ മടിയിൽ കയറിയിരിക്കാൻ, അച്ഛനെ ഒന്ന് ചെന്ന് കാണാൻ പോലും എനിക്ക് യോഗ്യതയില്ലാതായത് ഞാൻ അമ്മയുടെ മകനായതുകൊണ്ടാണത്രേ. സത്യമാണോ അല്ലേ? നമ്മളൊന്ന് ആലോചിക്കൂ ആ സുനീതിയുടെ അവസ്ഥ. സ്വന്തം മകൻ മുഖത്ത് നോക്കിയിട്ട് ചോദിക്കുക, ഞാൻ ഇന്ന് അനുഭവിക്കണ ഈ ദുഃഖത്തിനൊക്കെ അമ്മയാണോ കാരണം എന്ന് ചോദിച്ചപ്പോൾ അവൾ അങ്ങനെ പറഞ്ഞോ, എന്നാൽ പിന്നെണോ ചോദിക്കണമല്ലോ എന്ന് പുറപ്പെട്ടില്ല. അവിടെ സുനീതി ആ മകനെ ഒന്നുകൂടി ഗാഠമായി ആലിംഗനം ചെയ്ത് ദീർഘം ശ്വസന്തി. സുനീതിക്കും കണ്ണ് നിറഞ്ഞു സത്യം പറഞ്ഞാൽ. കാരണം സത്യം സുരുച്യാഭിഹിതം ഭവാൻ മേ യദ്ദുർഭഗായ ഉതരേ ഗൃഹീത. സത്യം അത് തന്നെയാണ്. എൻ്റെ ഗർഭത്തിൽ വന്ന്
എൻ്റെ പാല് കുടിച്ചു എന്നുള്ളത് കൊണ്ടല്ലേ ഈ കൊട്ടാരത്തിനകത്തിങ്ങനെ പുറമ്പോക്കിൽ താമസിക്കേണ്ടി വരുന്നത് എൻ്റെ മകന്. ആ ഒരു വേദന തനിക്കുണ്ടെങ്കിലും സുനീതി അത് പുറത്ത് കാണിച്ചില്ല. എന്ത് ചെയ്തു? ഒരു ദീർഘനിശ്വാസത്തിൽ, ഒരു നെടുവീർപ്പിൽ തൻ്റെ ദുഃഖം മുഴുവൻ അവിടെ ഉള്ളിലൊതുക്കി. എന്തേ? മറ്റൊന്നുമല്ല, അല്പം ആശ്വാസം കിട്ടാൻ, സമാധാനം കിട്ടാനാണ് ധ്രുവൻ തൻ്റെ മാറിടത്തിൽ ചേർന്ന് കിടക്കുന്നത്. അപ്പോൾ താനും കൂടി ടെൻഷൻ അടിച്ചാലോ തൻ്റെ പുത്രൻ അത് കൂടുതൽ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് സുനീതി തൻ്റെ മാറിടത്തിൽ ചേർന്ന് കിടക്കുന്ന ധ്രുവനോട് പറഞ്ഞു, നീ കാര്യം പറയൂ, എന്തൊക്കെയാണ് ഉണ്ടായത്? അപ്പം കാര്യങ്ങളൊക്കെ പറഞ്ഞു. ചെറിയമ്മ ചീത്ത വിളിക്കുണ്ടായി, ഇങ്ങനെയൊക്കെയാണ് ഉണ്ടായതെന്നൊക്കെ പറഞ്ഞപ്പോൾ ധ്രുവനോട് സുനീതി നേരത്തെ പറഞ്ഞില്ലേ, ദക്ഷൻ എത്രയോ കാര്യങ്ങൾ നല്ലതുണ്ടായിട്ടും അതിനിടയിൽ വേണ്ടാത്തത് മാത്രം കണ്ടുപിടിച്ചു എന്ന്. ഇവിടെ സുനീതി എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഈ സുരുചി പറഞ്ഞതായ കുത്തുവാക്കുകളിൽ നിന്ന് നല്ലതിനെ മാത്രം എടുത്ത് കേൾപ്പിക്കുകയാണ്. അല്ല, ഇതിലിപ്പോൾ എവിടെയാ ചീത്തവാക്ക്? അച്ഛൻ്റെ മടിയിൽ കയറിയിരിക്കണമെങ്കിൽ നീ ഭഗവാനെ പോയി തപസ് ചെയ്യൂ എന്നല്ലേ പറഞ്ഞത്? അത് ചീത്തവാക്കാണോ? ഞാനും എന്നും പറയണതല്ലേ ഭഗവാനെ ആശ്രയിക്കൂ, ഭഗവാനെ ആശ്രയിക്കൂ എന്ന്. ഇനി ഭഗവാനെ ആശ്രയിച്ചു കഴിഞ്ഞാലോ? ആരാധയാധോക്ഷജപാദപത്മം യദിച്ഛസേ അധ്യാസനമുത്തമോ യഥാ. ഉത്തമനിരിക്കണ സ്ഥലത്തല്ല, ഉത്തമമായ സ്ഥാനം ഏതാണോ അവിടേക്ക് നിന്നെ ഭഗവാൻ ഇരുത്തില്ലേ. ഭഗവാൻ നിന്നെ ഒരു സ്ഥാനത്ത് കൊണ്ടുപോയി ഇരുത്തിയാൽ അവിടുന്ന് നിന്നെ ഇറക്കി വിടാൻ പിന്നെ ഒരു ശക്തിക്കും ഒരാൾക്കും സാധിക്കില്ല. അതുകൊണ്ട് ഭഗവാനെ ആശ്രയിക്കൂ, ഭഗവാനെ സേവിക്കൂ എന്ന് ആ സുനീതി പറഞ്ഞതും അച്ഛൻ്റെ അമ്മയുടെ മുൻപിൽ നമസ്കരിച്ച്, എങ്കിൽ ഞാൻ തപസ് ചെയ്യാൻ പുറപ്പെടുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വനത്തിലേക്കിതാ പോകുന്നതും, വഴിയിൽ വച്ച് ശ്രീനാരദ മഹർഷി ആ ധ്രുവനെ അനുഗ്രഹിക്കാനായി വന്നു ചേരുന്നതും, ഭഗവാനെ തപസ് ചെയ്യാൻ പോകുന്ന ആ 5 വയസ്സുകാരൻ്റെ ദൃഢനിശ്ചയം കണ്ടപ്പോൾ ഒരു തരത്തിലുള്ളതായ പാപവും ഇല്ലാതെ പാപങ്ങളെ മുഴുവൻ കഴുകിക്കളയാൻ കഴിവുള്ള തൻ്റെ തൃക്കരത്തെ കൊണ്ട് അനുഗ്രഹിച്ച് മധുവനം എന്ന പുണ്യഭൂമിയിലേക്ക് ഭഗവാന്റെ കേശാദിപാത രൂപത്തെ വാക്കുകളിൽ കൂടി ധ്രുവൻ്റെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ച് ദ്വാദശാക്ഷരീ മന്ത്രത്തെ ഉപദേശമായി കൊടുത്ത് പറഞ്ഞയച്ചു. കേവലം 5 മാസങ്ങളെ കൊണ്ട് കഠിനമായ തപസ് ധ്രുവൻ തുടങ്ങിയപ്പോൾ ദേവന്മാർ പോലും ആ തപസ്സിൽ വല്ലാണ്ട് ബുദ്ധിമുട്ടിയപ്പോൾ ഒരു 5 വയസ്സുകാരൻ്റെ തപസ്സിന് ഇത്ര ശക്തിയോ? എങ്കിലൊന്ന് കാണണമല്ലോ, നാരദരുടെ ശിഷ്യനാണത്രേ, ഒന്ന് നേരിട്ട് കാണണം എന്ന ഭാവത്തിൽ ഭൃത്യതിദൃക്ഷയാഗത. സ്വതവേ തപസ് ചെയ്യുന്ന ഭക്തന്മാർക്ക് കാണാനാണ് ഭഗവാൻ വരിക. എന്നാൽ ഇവിടെ ഭഗവാൻ ആ ഭക്തനെ കാണാനായിട്ട് ധ്രുവൻ്റെ മുൻപിലേക്ക് അവതരിച്ചു. ഹൃദയത്തിലുള്ള ആ രൂപം ഒന്നു മറഞ്ഞതും കണ്ണു തുറന്ന് തൊട്ടു മുൻപിലായി ഭഗവാനെ ധ്രുവൻ കാണുന്നു. സർവ്വവിധത്തിലും ആ ഭഗവാനെ പ്രദക്ഷിണം വയ്ക്കണോ, നമസ്കരിക്കണോ, ഭഗവാന്റെ കൈകളെ ചുംബിക്കണോ, എങ്ങനെ ഭഗവാനോടുള്ള ഭക്തിയെ പ്രകടിപ്പിക്കുമെന്നറിയാതെ വിഷമിക്കുന്നതായ ആ ധ്രുവൻ്റെ ഭക്തിഭാവം കണ്ടപ്പോൾ കൃപയാ, ഭഗവാൻ ഒരു കൃപ, ഒരു കാരുണ്യം തോന്നിയെന്ന. ഭാഗവതത്തിൽ എത്രയോ ഭക്തന്മാർ പ്രാർത്ഥിക്കുകയാണ്, കൃപയുണ്ടാവണേ. അപ്പോൾ ഭഗവാനെ കിട്ടാൻ വേണ്ടി നമുക്ക് നാമം ജപിക്കാം, ഭാഗവതം കേൾക്കാം, നമസ്കരിക്കാം, പ്രദക്ഷിണം വയ്ക്കാം. ഇതൊക്കെ ഭഗവാന്റെ ഭക്തി കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്താലും അത് കിട്ടണമെങ്കിൽ ആദ്യം ഉണ്ടാവേണ്ടത് ഭഗവാന്റെ കൃപയാണ്. തൻ്റെ ജ്ഞാനമയമായ ശംഖു കൊണ്ട് ധ്രുവൻ്റെ കവിൾത്തടത്തിലൊന്ന് ഭഗവാൻ സ്പർശിച്ചതും ആ ഭഗവത് കൃപ ധ്രുവനിൽ
ഭംഗിയായി സാരസ്വതമായി ധ്രുവസ്തുതിയായിട്ട് യോന്തപ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാംന അന്യാംശ ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം യോ അന്തപ്രവിശ്യ. തൊട്ടു മുൻപിൽ കാണുന്ന രൂപത്തിൽ ഭഗവാനുണ്ടെങ്കിലും ധ്രുവം സ്തുതിക്കുന്നത് പുറമേയുള്ള ഭഗവാനെയല്ല, ആ ഭഗവാനെ ഈ കണ്ണുകൊണ്ട് കാണിച്ചു തരുന്ന അന്തര്യാമിയായ പ്രാണേശ്വരനായ ഭഗവാന് നമസ്കരിച്ചുകൊണ്ട് ധ്രുവൻ സ്തുതിച്ചു. 36,000 സംവത്സരം രാജ്യഭരണം നടത്താൻ അനുഗ്രഹിച്ച ഭഗവാൻ അപ്രത്യക്ഷമായി. ഭഗവാനെ സാക്ഷാത്കരിച്ച് ധ്രുവൻ തിരിച്ചു വരുമ്പോൾ ധ്രുവനൊരു സന്തോഷം ഉണ്ടായില്ല എന്നാണ്. അപ്പോഴാണ് വിതുരൻ ചോദിച്ചത്, ഭഗവാനെ ഒന്ന് കണ്ടിട്ട് സന്തോഷം ഉണ്ടായില്ലേ? എന്തേ സന്തോഷമില്ലാഞ്ഞത് എന്നാണെങ്കിൽ, പല ആഗ്രഹങ്ങളും വച്ചിട്ടായിരുന്നു ധ്രുവൻ തപസ് തുടങ്ങിയത്. പക്ഷേ ഭഗവാനെ കണ്ടതോടെ ആ ആഗ്രഹങ്ങളെല്ലാം മറന്നു. ഭക്തിയായിരുന്നു ചോദിക്കേണ്ടത്. ഈ രാജ്യഭരണമാണല്ലോ എനിക്ക് ഭഗവാൻ തന്നത് എന്നൊക്കെ വിഷമിച്ച് തിരിച്ചു വരുന്ന ധ്രുവനെ എല്ലാവരും വേണ്ടതുപോലെ അങ്ങനെ സ്വീകരിച്ചു. ഉത്താനപാദൻ ധ്രുവനെ യുവരാജാവായി അഭിഷേകം ചെയ്ത് തപസ്സിനായി പോയി. ഈ സമയത്ത് യക്ഷന്മാരുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ ഉത്തമൻ മരിച്ചു. സുരുചിയും ദുർമരണത്തിന് അടിമപ്പെട്ടു. ഒരു കാലത്ത് ഭക്തനായ ധ്രുവനെ വേദനിപ്പിച്ചതിൻ്റെ ഒരു ഫലം അനുഭവിച്ചു. യക്ഷന്മാരോട് അതികഠിനമായ ഗംഭീരമായ യുദ്ധത്തിന് പുറപ്പെട്ടു ധ്രുവൻ. യക്ഷന്മാരെ മുഴുവൻ കൊന്നൊടുക്കുന്നതായ ധ്രുവൻ്റെ ആ പരാക്രമം കണ്ടപ്പോൾ സ്വയംഭൂവമന വന്ന് ധ്രുവനെ ഉപദേശിച്ചു. ഒരാൾ മരിക്കുന്നതും ഒരാൾ ജനിക്കുന്നതൊക്കെ കാലത്തിൻ്റെ കർമ്മഫലത്തിൻ്റെ കണക്കുകൂട്ടലിനനുസരിച്ചിട്ടാണ് എന്ന് സാധാരണക്കാർക്ക് മനസ്സിലാവില്ല. പക്ഷേ അങ്ങ് ഭഗവാനെ സാക്ഷാത്കരിച്ച ആളല്ലേ, 5 വയസ്സിൽ ഭഗവാനെ കണ്ട അങ്ങയ്ക്ക് ഒരു സാധാരണക്കാരൻ്റെ ബുദ്ധിയല്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ആ നിമിഷം യുദ്ധം അവിടെ നിർത്തി ചെന്ന് ആ കുബേരനെ നമസ്കരിച്ചു. ഇത്ര സമയവും ഒരു ശത്രുവിനെ പോലെ തന്നെ നേരിട്ട ധ്രുവൻ സ്വയംഭൂമനുവിൻ്റെ ഉപദേശം കേട്ട് ആ നിമിഷം ശത്രുത വെടിഞ്ഞ് നമസ്കരിച്ചപ്പോൾ കുബേരന് പോലും ധ്രുവനോട് അത്ഭുതം തോന്നി. കുബേരൻ ചോദിച്ചു, എന്തു വരം വേണമെങ്കിലും തരാം. കാരണം എന്താ, ഇഷ്ടം പോലെ ഡെപ്പോസിറ്റുള്ള ആളാണ് കുബേരൻ, എന്തു വേണമെങ്കിലും തരാം സമ്പത്തായിട്ട് എന്ന് പറഞ്ഞപ്പോഴാണ് പരമമായ അർത്ഥം അത് ഭക്തിയാണ് എന്നറിയുന്ന ആ ധ്രുവൻ ഭഗവത്പാദ ഭക്തിയെ ആ കുബേരനോട് വരമായി സ്വീകരിച്ചു. 36,000 സംവത്സരം ഭംഗിയായി രാജ്യഭരണം നടത്തി. ഒടുവിൽ ബദരികാശ്രമത്തിൽ ചെന്ന് കഠിനമായ തപസ് ചെയ്തു. സുനന്ദനന്ദന്മാർ കൊണ്ടുവന്നതായ ആ വിമാനത്തിലേക്ക് അളകനന്ദയിൽ വേണ്ടതുപോലെ സ്നാനം ചെയ്ത് മൃത്യുവിനെ മറികടന്ന് ധ്രുവൻ കയറിയിരിക്കുന്നതും ധ്രുവലോകത്തിലേക്ക് ആ യാത്ര പുറപ്പെട്ടപ്പോൾ തൻ്റെ അമ്മയെ ഒന്ന് സ്മരിച്ചു. അമ്മയെ കൂട്ടാതെ ഈ പ്രാരബ്ധത്തിനിടയിൽ അമ്മയെ ഇട്ടിട്ട് താൻ അവിടെ പോയിട്ട് എങ്ങനെ സമാധാനത്തിലിരിക്കാനാ? അതുകൊണ്ട് അമ്മയെയും കൂടി, ഇവിടെ കുറച്ചും കൂടെ സ്ഥലമുണ്ടല്ലോ ഈ വിമാനത്തിൽ, ഈ സീറ്റിൽ അമ്മയെ കൂടി ഇരുത്താൻ പറ്റില്ലേ എന്ന ഭാവത്തിൽ നന്ദന്മാരെ ഒന്ന് നോക്കിയപ്പോൾ തന്നെ അവർ പറഞ്ഞു, എന്താ ധ്രുവ അങ്ങ് ഭഗവാനെ കരുതിയത്? അനഭ്യർത്ഥിതാനഭ്യർത്ഥാൻ, അങ്ങയ്ക്കിങ്ങനൊരു മോഹമുണ്ട് എങ്കിൽ അങ്ങയേക്കാൾ മുമ്പേ അതറിയണ ആളല്ലേ ഭഗവാൻ. ഇനി ആ അമ്മയെ കാണണമെങ്കിൽ താഴേക്കല്ലാട്ടോ, ഒന്ന് മുകളിലേക്ക് നോക്കൂ. നോക്കിയപ്പോഴാണ് മറ്റൊരു വിമാനത്തിൽ ധ്രുവലോകത്തിലേക്ക് ഉയരുന്ന ആ അമ്മയെ കണ്ടത്. സർവതരത്തിലും സപ്തഋഷികളും സകല ദേവന്മാരും സകല ജ്യോതിർഗണങ്ങളും സദാസമയവും പ്രദക്ഷിണം വെച്ച് നമസ്കരിക്കുന്ന ആ ധ്രുവലോകത്തിൽ ജ്വലിക്കുന്ന നക്ഷത്ര തേജസ്സോടെ ആ ഭാഗവതനായ ധ്രുവൻ നമ്മളെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രചേതസ്സുക്കൾ എന്നു പേരായ ഭക്തന്മാർക്ക് മുൻപിൽ തൻ്റെ ശിഷ്യനായ ധ്രുവൻ്റെ കഥ നാരദർ പറഞ്ഞ് സമർപ്പിക്കുമ്പോൾ പ്രത്യേകിച്ച് പറഞ്ഞു, നൂനം സുനീതേ പതിദേവതായ. ധ്രുവനെ അന്ന് ഭഗവാൻ അനുഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ, ഭഗവാന്റെ മുൻപിലേക്ക് ധ്രുവൻ ചെന്നിട്ടുണ്ടെങ്കിൽ, എന്നെ കണ്ടപ്പോൾ ധ്രുവൻ നമസ്കരിച്ചിട്ടുണ്ടെങ്കിൽ അത് സുനീതി എന്ന അമ്മയുടെ മാഹാത്മ്യമാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് സർവ്വവിധത്തിലും ഭക്തി അത് നമ്മൾ പകർന്നു കൊടുക്കേണ്ടതാണ് വരുന്ന തലമുറയ്ക്ക് എന്നൊന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ആ പ്രകരണം സമർപ്പിച്ചത്. ഇനി ഇവിടെ യജ്ഞവേദിയിൽ
ഭഗവാന്റെ മുൻപിലായി സംഗീത അർച്ചനയാണ്. അതിനുള്ള ആ മഹാത്മാവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതിനുള്ള ഒരുക്കം പെട്ടെന്ന് നടത്തി എല്ലാവരും അദ്ദേഹത്തിൻ്റെ ആ സംഗീത വിരുന്ന് ആസ്വദിക്കണമെന്ന് പ്രാർത്ഥിക്കും.